യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 20. ഈജിപ്തിന് അടയാളം. അസീറിയ രാജാവായ സാർഗോൻ്റെ കൽപ്പന അനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് അഷ്തോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിൻ്റെ പുത്രനായ യേശയ്യായോട് അരുളി ചെയ്തു: നിന്റെ അരയിൽ നിന്ന് ചാക്ക് വസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു: എൻ്റെ ദാസനായ യേശയ്യാ ഈജിപ്തിനും എത്യോപ്യായ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാതകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി, യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാതകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിൻ്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും: അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ അവർക്ക് ഇതാണ് സംഭവിച്ചത്. പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? പ്രിയ ദൈവജനമേ, അസീറിയൻ സാമ്രാജ്യം ലോകശക്തിയായി വളരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രവചനം, അതായത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലെ പ്രവചനം നടക്കുന്നത്. അഷ്തോദിലെ യുദ്ധസമയത്ത് യഹൂദ ജനത ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ഈജിപ്തിലേക്കും എത്യോപ്യയിലേക്കും സഹായത്തിനായി നോക്കുകയായിരുന്നു. രാഷ്ട്രീയ അഭയം തേടിയുള്ള ഇസ്രായേലിൻ്റെ ഈ ഓട്ടം ദൈവത്തിനൊട്ടും പ്രീതികരമായിരുന്നില്ല. ലോകശക്തികളുടെ ബലത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ നിരർത്ഥകത ദൈവം തൻ്റെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്നു. അന്ന് ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഏകപ്പവും വഴി. ഈ ചരിത്ര പശ്ചാത്തലം ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, ലൗകിക ശക്തികളെക്കാൾ ഉപരിയായി ദൈവത്തിലാണ് നാം വേരൂന്നേണ്ടത് എന്നാണ്. 3 വർഷക്കാലം നഗ്നനായും നഗ്നപാതനായും നടക്കണമെന്ന കഠിനമായ കൽപ്പനയാണ് കർത്താവ് യേശയ്യായ്ക്ക് നൽകിയത്. ഈജിപ്തിനും എത്യോപ്യയ്ക്കും വരാനിരിക്കുന്ന ദയനീയമായ പതനത്തിൻ്റെ അടയാളമായിരുന്നു ഈ പ്രവൃത്തി. അസീറിയൻ രാജാവ് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടു പോകുമെന്ന ഗൗരവകരമായ സന്ദേശം ഇതിലൂടെ കൈമാറപ്പെട്ടു. വെറും ഒരു വാക്കിലൂടെയല്ല, മറിച്ച് പ്രവാചകൻ്റെ ജീവിതം തന്നെ ഒരു അടയാളമാക്കി മാറ്റിയാണ് ദൈവം സംസാരിച്ചത്. മനുഷ്യർ ഭയഭീതിയോടെ നോക്കുന്ന ശക്തികൾ ഒന്നുമല്ലെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. പ്രവാചകൻ്റെ ഈ ജീവിത സന്ദേശം അന്നത്തെ യഹൂദർക്ക് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. സർഗോൻ രാജാവിൻ്റെ സൈന്യാധിപൻ അഷ്തോദിനെ കീഴടക്കിയപ്പോൾ ഈ പ്രവചനം ചരിത്രത്തിൽ പൂർത്തിയായി. ഈജിപ്തിനെ ആശ്രയിച്ചവർ ലജ്ജിതരാകുകയും അവരുടെ പ്രതീക്ഷകൾ തകരുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. വാഗ്ദാനങ്ങൾ നൽകുന്ന വിദേശ ശക്തികൾക്ക് തങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് അന്ന് ബോധ്യപ്പെട്ടു. സകല മനുഷ്യനിർമ്മിത കോട്ടകളും ദൈവഹിതത്തിനു മുന്നിൽ തകർന്ന് തരിപ്പണമായി വീഴുമെന്ന് കാലം തെളിയിച്ചു. ചരിത്രത്തിലെ ഈ ഏടുകൾ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം കൃത്യമാണെന്ന്
നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. മനുഷ്യ സഹായം വൃഥാവിലാണെന്ന സത്യം അന്നത്തെ യഹൂദർ കയ്പോടെ തിരിച്ചറിയുകയും ചെയ്തു. പ്രിയ സഹോദര സഹോദരി, ദൈവകൽപ്പന അനുസരിക്കാൻ യേശയ്യാ പ്രവാചകൻ കാണിച്ച അസാമാന്യമായ ധൈര്യം നമ്മെ വിസ്മയിപ്പിക്കുന്നു. പരിഹാസവും അവഹേളനവും സഹിച്ചും 3 വർഷം അവിടുന്ന് നഗ്നനായി നടന്നത് കർത്താവിനോടുള്ള തീവ്രമായ സ്നേഹം കൊണ്ടാണ്. തൻ്റെ അഭിമാനം നോക്കാതെ ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. ഒരു പ്രവാചകൻ്റെ വികാരം ദൈവഹിതവുമായി അത്രമേൽ ഇഴകിച്ചേർന്നിരുന്നു എന്ന് നാം കാണുന്നു. ലോകത്തിൻ്റെ മുൻപിൽ വിഡ്ഢിയായി കാണപ്പെടാൻ മടിയില്ലാത്തവനാണ് യഥാർത്ഥ ദൈവദാസൻ, യഥാർത്ഥ ദൈവദാസി. യേശയ്യായുടെ ഈ സമർപ്പണം കത്തോലിക്ക വിശ്വാസികളായ നമുക്ക് വലിയൊരു മാതൃകയാണ്. ലൗകിക സുരക്ഷാ സംവിധാനങ്ങളിൽ അമിതമായി വിശ്വസിക്കുന്നത് ആത്മീയമായ പതനത്തിന് കാരണമാകും. ഇന്ന് നമ്മൾ പലപ്പോഴും പണത്തിലും സ്വാധീനത്തിലും അഭയം തേടുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്നു. യേശയ്യാ പ്രവാചകൻ നമുക്ക് നൽകുന്ന പാഠം പൂർണ്ണമായ വിട്ട് നൽകലും അനുസരണവുമാണ്. നമ്മുടെയൊക്കെ ആകുലതകൾക്ക് പരിഹാരം കാണാൻ ലോകത്തിൻ്റെ വഴികളിലൂടെ ഓടുന്നത് നിഷ്ഫലമാണ് എന്ന് തിരിച്ചറിയണം. ആത്മീയമായ നഗ്നത തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ വസ്ത്രം ധരിക്കാൻ നാം പഠിക്കണം. ആത്മീയ വസ്ത്രമാണ് ഇന്നിൻ്റെ ആവശ്യം. ദൈവവചനത്തോടുള്ള വിശ്വസ്തത മാത്രമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തി. അനീതിക്കും പാപത്തിനും മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി എത്ര കഠിനമായിരിക്കുമെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസഹായം നിരസിക്കുന്നവർ അപമാനത്തിലേക്കും നാശത്തിലേക്കും തള്ളപ്പെടുമെന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ശിക്ഷകൾക്കൊക്കെ ഇടയിലും മാനസാന്തരത്തിനുള്ള ഒരു വാതിൽ ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി തുറന്നിടുന്നതായി കാണാം. തൻ്റെ ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ നവീകരിക്കാനാണ് ദൈവം ഇതുപോലുള്ള അടയാളങ്ങൾ നൽകുന്നത്. പാപത്തെ പൂർണ്ണമായി വെറുക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനുമുള്ള ആഹ്വാനമാണ് പ്രവചനത്തിൻ്റെ ഉള്ളടക്കം. ദൈവനീതി നടപ്പിലാകുമ്പോൾ നീതിമാന്മാർക്ക് മാത്രമേ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കൂ. കർത്താവായ ഈശോയുടെ 2ാം വരവിനായി നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത് ഹൃദയ നൈർമല്യത്തോടെയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോകത്തിലെ സൗകര്യങ്ങൾ നിത്യമല്ലെന്ന സത്യം ഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ചുവടുവെപ്പും. കർത്താവിൻ്റെ വരവ് ആസന്നമാണെന്ന് തിരിച്ചറിഞ്ഞ് കുംഭസാരം എന്ന കൂദാശയെ നമുക്ക് ആത്മാവിനെ നവീകരിക്കാം, ഒരുക്കാം. യേശയ്യാ പ്രവാചകൻ കാണിച്ചതുപോലെയുള്ള ഒരു തീക്ഷ്ണത സഭയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. ദിവ്യ ബലിയിലൂടെ ക്രിസ്തുവുമായി ഒന്നായി തീർന്ന് നിത്യജീവനിലേക്ക് നമുക്ക് നോക്കി പാർക്കാം. കർത്താവായ യേശു വരുന്നു എന്ന പ്രത്യാശ നമ്മെ എപ്പോഴും ഉണർവുള്ളവരാക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.